അപ്പോൾ അതേ ലച്ചുക്കുട്ടി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാമ്മ മുടി കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ലച്ചുതേ സുന്ദരിയായിട്ടുണ്ട്. ഇത് ഓണത്തിനെടുത്ത പാവാടിയും ബ്ലൗസാണ്. ഓണത്തിൻ്റെ ടൈമിൽ എടുത്തതാണ് അല്ലേ? ഓണത്തിന് മുമ്പ് ലച്ചുവിനൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോസിലൊക്കെ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ തേച്ച് കൊടുത്തത് വേറെ ആയിരുന്നു. അമ്മ ഇന്നലെ തേച്ച് കൊടുത്തത്. അപ്പം അത് വേണ്ട. അതിന് ഒന്നിന് റെഡിനല്ലേ വള്ളിയിലെത്തത്. അപ്പോൾ അത് ബ്ലാക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതെടുത്തു. പിന്നെ അമ്മ ഇതാ രണ്ടാമത് തേച്ചൊക്കെ കൊടുത്തു. അങ്ങനെ സുന്ദരി ആയിട്ടുണ്ട്. കണ്ണൊക്കെ എഴുതണം കേട്ടോ. കണ്ണ് എഴുതിയിട്ടൊന്നുമില്ല. കണ്ണിലെടുത്തു അമ്മ ലച്ചുവിന്റെ കണ്ണ് നോക്കാം. അടിയിലെഴുതണം. അടിയിലെഴുതുമ്പോൾ അപ്പോഴാണ് നിനക്ക് മുഖത്ത് ഭംഗിയുള്ളൂ. ഭംഗി കണ്ണെഴുതിയാലല്ലേ സുന്ദരിയാവുള്ളൂ. നിക്ക് അമ്മമ്മ കെട്ടിത്തരട്ടെ. അപ്പോൾ കണ്ണൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിച്ചൂട്ടൻ പുറത്താണ് കേട്ടോ. ഏട്ടൻ പുറത്തു കൂടെ എടുത്ത് നടക്കുന്നുണ്ട്. ഞാനും അമ്മയൊക്കെ 6:30 ആകുമ്പോൾ പോവും. കിച്ചൂട്ടനും ഫുഡും കൊടുത്തിട്ട് നമ്മൾ 6:30 ആകുമ്പോൾ ഇറങ്ങും. പിന്നെ എന്ന് വെച്ചാൽ അമ്പലത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് മെല്ലെ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. ഓ കണ്ണെഴുതൂ. ആ നന്നായി അങ്ങോട്ട് തേക്കുക. വാ ഇപ്പം ആരാന്നാ നിവേദ്യ? ഏത് നിവേദ്യ? ആരടി അത്? ആരത്? നിന്റെ പേര് നിവേദ്യ എന്നാണോ? പിന്നെ ഇപ്പോഴത്തെ കണ്ണിലില്ലേ കുറച്ച് ഇതായിട്ടുണ്ട് കേട്ടോ. കണ്ണിൻ്റെ താഴെ മായ്ക്കണം. ഇപ്പം എന്താ ആ മുഖത്തെ ഒരു ഐശ്വര്യം. അത്രയ്ക്കൊന്നുമില്ല. കണ്ണിൻ്റെ താഴെ ഉണ്ട് കേട്ടോ ബ്ലാക്ക്. അവിടെ നിന്നും അമ്മമ്മേൻ്റെ അടുത്ത് ഇപ്പോൾ ചീത്ത വെക്കും. കണ്ണെഴുതുമ്പോൾ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ. സോറി, മുടി കെട്ടുമ്പോൾ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ലച്ചുക്കുട്ടി ഇതാ സുന്ദരിയായിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ലച്ചുവിൻ്റെ കൂട്ടുകാരി ഉണ്ട്, ആരാധ്യയൊക്കെ. അപ്പോൾ ഇവരൊന്നിച്ചായിരിക്കും കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ഇവരെ എല്ലാവരെയും കാണിച്ചു തരാം. നമ്മൾ ഇറങ്ങിയിട്ടില്ല. നമ്മൾ 6:30 കഴിഞ്ഞിട്ട്. ഞങ്ങളെങ്ങനെയാണ് ലച്ചു നിന്നെ കണ്ടുപിടിക്കുക? അമ്പലത്തിൽ അതല്ല, നിങ്ങളെ അടുത്ത് ആരെടുത്ത് ഫോൺ ഉണ്ടാവില്ലല്ലോ. നോക്കിയാ മതി. ഇതാകെ ഞാനിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് എന്തായാലും ക്യാമറ കണ്ണിലൂടെ ലച്ചുക്കുട്ടീനെ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിക്കൂ കേട്ടാ. അമ്മ എന്താ സാരിയാ ഉടുത്ത സമയമുണ്ടല്ലോ. ഞാൻ ഏതെങ്കിലും ചുരിദാർ എടുത്തില്ല. എനിക്ക് ഇനി സാരി ഒന്നും എടുക്കാൻ വയ്യ. ഒന്നാമത് രാത്രി. പകലായിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. ഇനിയിപ്പോ എന്താ? അപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി ഞങ്ങളും ഏതാനും നിമിഷങ്ങൾക്കകം റെഡി ആവും കേട്ടോ. എന്താ? ഓക്കെ. അപ്പം ഇനി ലച്ചുക്കുട്ടി ഇറങ്ങുമ്പോൾ ഇറങ്ങി കഴിയിട്ടിട്ട് ലച്ചുവിൻ്റെ ന്യൂ റിങ് സുന്ദരിയായിട്ടുണ്ട്. നീ സുന്ദരിയാണ്. എന്താ മേ? അതാ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പൊ ലച്ചുവിന്റെ ഫ്രണ്ട് വരും എന്ന് പറഞ്ഞിട്ട് അവസാനം വന്നിട്ടില്ല. ലച്ചു പോയിട്ടില്ല. നേരത്തെ നമ്മൾ വീഡിയോയിൽ ഇങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞേ. അപ്പൊ ലച്ചു പോയൂല്ല. നമ്മള് ഇറങ്ങാനും നിക്കാണ്. അപ്പൊ നമ്മളും ഇറങ്ങാൻ വേണ്ടി നിക്കാണ്. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാട്ടാ. അപ്പൊ അമ്മ ഇറങ്ങി. അപ്പൊ കിച്ചൂട്ടനെ ഇനി അമ്മയുടെ കയ്യിലേക്ക് കൈമാറുന്നതാണ്. അല്ല കിച്ചൂട്ടാ, കിച്ചൂട്ടൻ നോക്കൂല. കിച്ചൂട്ടന് ഇനി ഗമയാണ്. അല്ല കിച്ചൂട്ടാ. അപ്പോൾ കിച്ചൂട്ടനെ അമ്മേന്റെ കയ്യിലേക്ക് കൈമാറിയിട്ടുണ്ട്. കിച്ചൂട്ടൻ അമ്പലത്തിൽ പോകുന്നതിന് ഭയങ്കര സന്തോഷാണ് കേട്ടോ. എന്നെയും കൊണ്ടുപോവോ? എന്നെ കൊണ്ടുപോവോ? ആരെയും കൊണ്ടുപോകില്ല. അവൻ തന്നെ പോവാ. എന്നാ ഇറങ്ങാ. ഇറങ്ങപ്പാ. ഞങ്ങള് ഇറങ്ങട്ടെ കേട്ടോ. ബാ. സൈക്കിളൊന്നും വേണ്ട. ഭയങ്കര തിരക്കാ മോളെ. സൈക്കിൾ എടുത്തിട്ടൊന്നും പോണ്ട. നമുക്ക് പോവാം. നമുക്ക് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നടന്നിട്ട് പോവാം. നീ നടന്നോ? അമ്മേന്റെ കൂടെ നടന്നോ. അപ്പൊ ദേ ഞങ്ങള് നടന്ന് പകുതി എത്തിയിട്ടാ. അപ്പൊ അമ്മയും കിച്ചൂട്ടനും അതേ മെല്ലെ നടന്നു വരുന്നേ ഉള്ളൂ. കിച്ചൂട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അമ്പലത്തിൽ പോകുന്നത്. അത് പറഞ്ഞാൽ മതി അവൻ ചിരിക്കാൻ തുടങ്ങും. രാത്രി ഇങ്ങനെ തെണ്ടി നടക്കുവാ ചെക്കൻ അല്ലേടാ.
അങ്ങനെ നമ്മളിതേ നടന്ന് അമ്പലത്തിലേക്ക് എത്തി. ഞങ്ങളാണെങ്കിൽ നടന്ന് ഞാൻ ഡെയിലി പറയാറില്ല, അവിടെ കടയുടെയൊക്കെ എടുത്ത് തില്ലച്ചൻ്റെ സ്കൂളിലേക്കൊക്കെ പോകുന്ന ആ ഒരു ഭാഗത്തുണ്ട അവിടെ ഒരു കടയൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിച്ചു തന്നിട്ടില്ലേ, അവിടെ എത്താനായപ്പോഴേക്കും താലപ്പൊലി അമ്പലത്തിലേക്ക് താലം കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അവരുടെ കൂടെ കുറച്ച് നടന്നു കേട്ടോ. പിന്നെ അത് പാട്ടൊക്കെ പാടി മെല്ലെ മെല്ലെയല്ലേ വരിക. അപ്പോൾ ആ ഒരു ടൈമും കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് അമ്പലത്തിലൊക്കെ തൊഴാമല്ലോ. അല്ലെങ്കിൽ പിന്നെ താലം കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ വന്നിട്ട് തൊഴാമെന്ന് കരുതി അങ്ങനെ വന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് അമ്പലമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. വാഴേൻ്റെ പോളയുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ നല്ല രസമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ നേരം നിന്ന് നോക്കി. പിന്നെ അതേപോലെ തന്നെ കുറേ ചേച്ചിമാരും കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ പരിചയമുള്ള എല്ലാവരോടും സംസാരിച്ചു. അങ്ങനെ കിച്ചൂട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ ഇതേ താലം കൊണ്ടൊക്കെ വന്നു കേട്ടോ. അമ്പലത്തിലാണെങ്കിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഭഗവാൻ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചൂട്ടനും അമ്മേനെയും പിന്നെ അവിടെ സൈഡിൽ കൊണ്ട് ഇരുത്തിയിട്ടോ ഞങ്ങളിവിടെ തന്നെ നിന്നു. ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് കടന്നിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു സ്പേസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞ് അവിടുത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ ഞങ്ങളിതേ അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നു കേട്ടോ. നിറച്ചും ദീപമൊക്കെ കത്തിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്ര വെട്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. കിച്ചുക്കുട്ടനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ നിന്ന് പോയിട്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ പായസമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അമ്പലത്തിലേക്ക് വന്നു കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ ലച്ചുവിൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും കണ്ടിട്ടുണ്ടായില്ല. പിന്നെ ഓരോരുത്തരെ കാണാൻ തുടങ്ങി. പിന്നെ ലച്ചു അവരുടെ കൂടെ കുറച്ച് നേരം കളിയൊക്കെ ആയിട്ടോ. കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഭയങ്കര ഹാപ്പിയായി. കാരണം അവൾ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി അവരൊക്കെ വരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സെറ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും കൂടെ വന്നത്. പക്ഷെ ആരെയും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ എല്ലാവരെയും കണ്ടു. അവർ കുറച്ച് നേരം കളിച്ചു. പിന്നെ നമ്മൾ അധികം നേരം നിന്നില്ല കേട്ടോ. 8:30 ആയപ്പോൾ പിന്നെ കിച്ചൂട്ടനെ വിശക്കാനൊക്കെ തുടങ്ങുമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 8:40 ആയപ്പോൾ പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടോ. കാരണം അവന് പിന്നെ വിശക്കൂലേ. ഫുഡൊക്കെ എടുത്തിട്ടാണ് വന്നത്. എങ്കിലും പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി പോയേക്കാം, കാരണം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ വൈകുന്നേരം വന്നതല്ലേ. ഇപ്പോഴും കുറേ പേരുണ്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ. രാവിലെ ഇവിടെ നിന്ന് മലയ്ക്ക് പോവുക രാവിലെയാണ്, പുലർച്ചയ്ക്കാണ്. അപ്പോൾ അതുവരെ ഇവിടെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു ടൈമിൽ കെട്ടുന്തറ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. എല്ലാവരും ഇങ്ങനെ അവിടെ ഇങ്ങനെ നിരന്നിരുന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കാണാൻ പിന്നെ നമ്മൾ നിന്നില്ല. നമ്മൾ വേഗം ഇങ്ങോട്ട് പോന്നു. രാവിലെ പുലർച്ചെ ഇവർ പോകുന്നവരെ അമ്പലത്തിൽ പരിപാടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ അതൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. വേഗം വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതാ പോകുന്ന വഴിയിലൊക്കെ നിറച്ചു വണ്ടികൾ. അമ്പലത്തിലേക്ക് വന്ന കുറേ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അമ്പലത്തിൽ പരിപാടി നടക്കുന്നതുകൊണ്ട് ഫുൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുതലേ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നടക്കുമ്പോഴൊന്നും പേടിക്കണ്ട. സാധാരണ ഈ വഴിയിൽ ഒറ്റ ലൈറ്റേ ഉണ്ടാവുള്ളൂ. ഇതിലൂടെ പോകുമ്പോൾ ഭയങ്കര ഇരുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടതുകൊണ്ട് നമുക്കിങ്ങനെ നടന്നു പോവാം. കിച്ചൂട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. കിച്ചൂട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ടാ. അല്ലടാ മോനെ, അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ അവന് ഭയങ്കര സന്തോഷം, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വേഗം വാതിലൊക്കെ തുറക്കൂ. നടന്ന് വയ്യാണ്ടായി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 2 മിനിറ്റ് ഇരുന്നോളൂ. എവിടെ പോയി? കറങ്ങാനെല്ലാം പോയി, അമ്പലത്തിലെല്ലാം പോയിട്ട് വന്ന കുട്ടി. എടാ മോനെ, അമ്പലം എടുക്ക സുന്ദരമാവേ. ജന്മോ നീ അമ്പലത്തേക്കും ജന്മോ? ഇച്ചൂടെ നടന്നില്ല. പിന്നെ അമ്പലത്തിൽ നിന്ന് ഇവിടെ വരെ കിടക്കുന്നില്ല അല്ലേ? ഇപ്പൊ നടക്കുമ്പോ ഭയങ്കര ഇഷ്ടം കാഴ്ചകൾ കാണാനല്ലോ. പോയത് കുട്ടി?
അമ്പലത്തിൽ പോയോ ചെണ്ട കൊട്ടുന്നത് കേട്ടോ അയച്ചു കൊച്ചു അമ്മ പായച്ചു കൊച്ചു മിടുക്കൻ ചെണ്ട കൊട്ടുന്നത് കേട്ടോ ആ പടക്കം പൊട്ടിച്ചപ്പോ ഞെട്ടിയമ്മ. അവന് പേടിയൊന്നുമില്ല അടി അവന് പേടിയൊന്നുമില്ല അവന് നിലച്ചുക്കുട്ടോ ഡ്രസ്സൊക്കെ മാറ്റിക്ക വേഗം. വേഗം മുഖമൊക്കെ കഴുകി കിടന്നുറങ്ങാം. വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ കുടിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.